നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓ, നിന്നോട് പറയാതെയാണോ അവര് പോയത്? അതെ. നീ ആരെയാടി കള്ളം പറഞ്ഞ് പറ്റിക്കുന്നത്? ഒരു ജന്മം മുഴുവൻ എന്നെ കള്ളം പറഞ്ഞ് പറ്റിച്ച എന്റെ മുൻ ഭർത്താവിനോട്. നിന്നോടൊക്കെ അവള് പറഞ്ഞില്ല അല്ലേ? ഇല്ല. സാരമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. ജനനി, 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 മോളെ, ജനനി, മോളെ, ജനനി, മോളെ. മാഡം, നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. മാറി നിൽക്ക്. ജനനി, മോളെ, ജനനി. ചേച്ചി, മോളെ. മാഡം, ജനനി. ഞാനാ കണ്ടെത്തിയത്. നിങ്ങളുടെ സംശയം 100% സത്യമായിരുന്നു. ജനനിയെ അപകടപ്പെടുത്താൻ നോക്കിയത് ആ കളക്ടറായിരുന്നു. അവരുടെ കാറിന്റെ ഡിക്കിന്നാ ആളെ അബോധാവസ്ഥയിൽ കിട്ടിയത്. മാഡം, ജനനി. കുഴപ്പമൊന്നുമില്ല. കൃത്യസമയത്താ ഞങ്ങൾക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏതോ ഒരു അജ്ഞാതൻ വിളിച്ചു പറഞ്ഞു, അഡ്വക്കേറ്റ് ജനനി സേതുമാധവൻ കളക്ടറുടെ കാറിന്റെ ഡിക്കിയിലുണ്ടെന്ന്. എന്നാലും മാഡം, ഇതെങ്ങനെ? അറിയില്ല, കണ്ടെത്തണം. ജനനിക്ക് ബോധം തെളിയുമ്പോ നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. എന്നാലും ആതിര ചെയ്യും. അവൾ എന്തും ചെയ്യും. അധികാരവും പണവും തലയ്ക്ക് പിടിച്ച് അവൾക്ക് ഭ്രാന്തായിരിക്കുക. അഴാതെ റുക്കോ, അവൾക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. ഞാനല്ല പറയുന്നത്. നമ്മുടെ മോളെ മനഃപൂർവ്വം കൊടുക്കാൻ ആരോ കരുതിക്കൂട്ടി ചെയ്ത റുക്കോ ഇതൊക്കെ. അത് നമുക്കല്ലേ അറിയൂ. നിയമത്തിന് മുന്നിൽ അവള് കുറ്റവാളിയല്ലേ? കുറ്റവാളിന്ന് പറയാൻ പറ്റില്ലല്ലോ. കുറ്റാരൂപത മാത്രമാണ് അവൾ. ന്യായങ്ങൾ പറയാനും വാദിച്ച് ജയിക്കാനുമുള്ള രഘുരാമ ചെട്ടിയാരുടെ കഴിവ് പരിചയക്കാർക്ക് മുഴുവൻ അറിയാം. പക്ഷെ എന്നോട് വേണ്ട അയ്യ. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും പറയണ്ട. ഒരിക്കൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി എന്നെ തിരിച്ചു തന്ന വെറുതെ എന്തിനെന്നെ മോഹിപ്പിച്ചത്? എന്റെ കുട്ടി, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല.
പാണ്ഡ്യദുരൈ, അയ്യാ വണ്ടി എടുക്കടാ. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ്. സബ് കളക്ടറുടെ കാറിന്റെ ഡിക്കിയിൽ എങ്ങനെയാണ് കൊലപാതക ശ്രമത്തിനിടയിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അഡ്വക്കേറ്റ് ജനനി സേതുമാധവൻ എത്തിയതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട സബ് കളക്ടർ അലമേലു IAS-നെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. സബ് കളക്ടറുടെ സസ്പെൻഷൻ ഉടൻ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിനിയായ ആതിര എങ്ങനെയാണ് ഒരു വർഷത്തിനിടയിൽ തഞ്ചാവൂർ ശ്രീനാരിപുരത്ത് അലമേലുവായി മാറിയത് എന്ന ഇനിയും ദുരൂഹതകൾ ബാക്കി നിൽക്കുന്ന കഥ പോലീസിന് ഇപ്പോഴും കീറാമുട്ടിയാണ്. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ രജേഷ് ലൈനിലുണ്ട്. മോനെ, നീ ഇത് വലുത് അറിയുന്നുണ്ടോ? ദേ നോക്ക്, ഒടുക്കാ കള്ളിയെ പോലീസ് പിടിച്ചു. നോക്കടാ. ഇതാ പറയുന്നത്, പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന്. എന്താടാ, നിനക്ക് സന്തോഷായില്ലേ? ഇല്ല. അതെന്താ? ഇതിൽ കൂടുതൽ ഇനി അവൾക്ക് എന്ത് അധപതനം ഉണ്ടാവാനാ? നമ്മളെ ദ്രോഹിച്ചതിന് ദൈവം അറിഞ്ഞു കൊടുത്ത ശിക്ഷയാ. ഞാനത് വിശ്വസിക്കില്ല. ആതിര അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇഞ്ചക്ഷനുള്ള മരുന്ന് വാങ്ങണേ. ഇപ്പൊ കൊണ്ടുവരാം. നീ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. ഇഞ്ചക്ഷൻ വേണം. ICU പേഷ്യന്റിനാ. സോറി, സ്റ്റോക്കില്ല. ഒരു കാര്യം ചെയ്യേ, അവിടെ പുറത്തൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അവിടെ ചോദിച്ചു നോക്ക്, ചിലപ്പോ കാണും. ശരി. ഇതിവിടെ സ്റ്റോക്കില്ല മേഡം, ടൗണിലൊന്നും ചോദിച്ചു നോക്കും. ശരി. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇതെവിടെ പോയി? മൈഥിലി മോളെ,
ഇവള്